ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഏതാണ്ട് ഇതുപോലൊരു ഇഡ്ഡലി കുട്ടുകത്തിൽ ഇതുപോലെ 2 കത്രിക എടുത്ത് വെച്ച് ഒന്ന് സ്റ്റീം ചെയ്ത് നോക്കിയാലോ? അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 കത്തിരിക്ക എടുത്ത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കനത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഒരുപാടങ്ങ് കനം കുറച്ച് അരിയരുത് കേട്ടോ. ഏകദേശം ഈ ഒരു കനത്തിലൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമർ, അതായത് ഒരു ഇഡ്ഡലി കുട്ടു എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒന്ന് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ടെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്ത് നമ്മുടെ കത്തിരിക്കയെല്ലാം അതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ ഞാനെല്ലാം ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കണം. ഒരു 15 മിനിറ്റ് തന്നെ ധാരാളം മതിയാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആവി കയറ്റാൻ വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഒരു ചെറിയൊരു കൂട്ട് നമുക്കൊന്ന് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 10ഓളം വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി അല്ലി ഒരുപാട് ചേർക്കുമ്പോഴാണ് ഈ ഒരു ഐറ്റത്തിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി അല്ലിയിൽ പിശുക്കൊന്നും വേണ്ട. ഒരു 10ഓ 12ഓ 15ഓ ഒക്കെ എടുക്കാം കേട്ടോ. ഇനി നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്. അപ്പോൾ പച്ചമുളകും എരിവിനനുസരിച്ച് അങ്ങ് ചേർത്തോളൂ. ഇനി എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പം ഞാനൊരു 4 എണ്ണം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എരിവിനനുസരിച്ച് ചേർക്കാം. കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് വരണം. അതുവരെയും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. കളറൊക്കെ ചെറുതായിട്ട് ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിലക്കടലയാണ് കേട്ടോ. കപ്പലണ്ടി ഉണ്ടല്ലോ, അതാണ്. അതൊരു അരക്കപ്പിലും താഴെയായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. നിലക്കടലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പം അരക്കപ്പിലും താഴെയായിട്ടേ എടുത്തിട്ടുള്ളൂ. പിന്നെ തൊലി കളയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. തൊലി വേണമെങ്കിൽ കളയാം, വേണമെങ്കിൽ കളയണ്ട. ഞാനിവിടെ വളരെ കുറച്ച് മാത്രം തൊലി കളഞ്ഞിട്ടുണ്ട്. ബാക്കി തൊലിയോട് തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും ഓപ്ഷനിലാണ് കേട്ടോ. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് അഹങ്കാരം കൊണ്ട് ഞാൻ ചേർത്ത് കേട്ടോ. പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് ചേർക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണൊക്കെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുത്ത് ഒന്നങ്ങ് റോസ്റ്റാക്കി എടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ഇട്ട് റോസ്റ്റാക്കി എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഈ നിലക്കടലയും പൊട്ടുകടലയൊക്കെ ഓൾറെഡി ഇതൊന്ന് റോസ്റ്റ് ചെയ്ത പീനട്ടാണ്, നല്ല പച്ച പീനട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിപ്പം ജസ്റ്റ് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ടേസ്റ്റാണ് കിട്ടേണ്ടത്. കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ടൊന്നങ്ങ് വറുത്ത് കിട്ടി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. അതുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം മല്ലിയിലയാണ്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഒന്നും കൂടെ മല്ലിയിലയുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ വീണ്ടും ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട മല്ലിയിലയും ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. ഇനി ഇതൊന്ന് തണുത്ത് വരുന്നവരെയും ഒന്നങ്ങ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദാണ്ട ഞാനിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാണ്ട ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ട ഞാൻ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൾസ് മോഡിലിട്ട് നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കൂലേ, അതുപോലെ പൾസ് മോഡിലിട്ട് ഒരു 2-3 വട്ടം ഒന്ന് ക്രഷാക്കി എടുത്ത് കൊണ്ടുവരാം. അത് ക്രഷാക്കിയാൽ മതി. ഒരുപാട് ഇട്ടങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതെ, ഇതുപോലെ ഒന്ന് ക്രഷ് ആക്കിയിട്ടേ ഉള്ളൂ. ചെറിയ തരിതരിപ്പോടെയാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് മാറ്റി വെക്കാം. അതാണ്ട് നമ്മളിവിടെ സ്റ്റീം ചെയ്യാൻ വെച്ചേക്കുന്നത് നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കത്തിരിക്കയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഞെക്കി നോക്കുമ്പോഴേ ഇതുപോലെ നന്നായിട്ട് അങ്ങ് അമിങ്ങി അങ്ങ് പോവും. ശരിക്കും പറഞ്ഞാൽ ഇത് എന്തിനാണ് ഇങ്ങനെ സ്റ്റീം ചെയ്ത് എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് എണ്ണ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ടൊന്ന് വയറ്റിയെടുത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ എണ്ണ കുറച്ച് കുറയും, ഇത് നല്ലപോലെ വെന്തും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുന്നത്. കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇതാണ്. ഇനി നമുക്കിത് ഈ ഇഡലി തട്ടിൽ നിന്ന് ഇത് എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്കിത് സ്റ്റീം ചെയ്യാതെ അല്ലാതെ വേവിച്ച് എടുക്കാം കേട്ടോ ഇത്. അപ്പോൾ അതാണ് എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ നമ്മൾ വറുത്തെടുത്ത അതേ പാൻ തന്നെ ഒന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ കത്തിരിക്കയൊക്കെ ഇട്ട് കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുക. നമ്മളിപ്പോൾ അല്ലാതെ പച്ച കത്തിരിക്കയാണെങ്കിൽ കുറച്ചും കൂടെ എണ്ണയുടെ ആവശ്യം വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഓൾറെഡി വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കിയാൽ മാത്രം മതി. അപ്പം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഈ ഒരു സമയം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലൊന്നിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം ചേർത്തിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട ഞാനെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഇവിടെ മിക്സിയുടെ ജാറിലൊക്കെ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു ഐറ്റം ഉണ്ടല്ലോ, അതിനി ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. കത്തിരിക്കയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ദാണ്ട ഇതുപോലെ അങ്ങോട്ട് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. കണ്ടോ ഞാനെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് തന്നെ അതിൽ തന്നെ വെള്ളം ചേർത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി വീണ്ടും ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പം ഇത് മിക്സാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപ്പിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി നമ്മൾ നേരത്തെ ഇട്ട ഉപ്പ് തന്നെ മതിയാവും എനിക്ക്. അതുകൊണ്ട് ഞാനിനി ഉപ്പൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നല്ല പോലെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു ഗ്രേവിയൊക്കെ നന്നായിട്ട് ആ വഴുതനങ്ങയ്ക്ക് അതോട്ട് അങ്ങോട്ട് പിടിച്ചോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഒരു 6-7 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. അതുകൊണ്ട് ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഗ്രേവിയൊക്കെ അത്യാവശ്യം നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. ഇതെല്ലാം നല്ല കത്തിരിക്കയ്ക്ക് അത് പിടിച്ചങ്ങോട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. ഫൈനലി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു നാരങ്ങയുടെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ആ ജ്യൂസും കൂടെ അങ്ങോട്ട് ഇതുപോലെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുരുവൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വീണെന്നിരിക്കും. അങ്ങനെ ആകുമ്പോൾ ആ കുരു അങ്ങ് എടുത്താൽ കളഞ്ഞാൽ മതി കേട്ടോ. അല്ലെങ്കിൽ കുരു മാറ്റിയിട്ട് നിങ്ങൾ നാരങ്ങയുടെ ജ്യൂസ് പിഴിഞ്ഞൊഴിച്ചാലും മതി. അപ്പോൾ ദാണ്ടെ ഇനി ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ഈ കത്തിരിക്കയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കത്തിരിക്ക കറിയാണ് കേട്ടോ. ഇതിന് നിങ്ങൾ ഏത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ അതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുവരെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.